അങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള ബൺ മസ്ക നമ്മളും ട്രൈ ചെയ്തു. ബൺ മസ്ക് ഉണ്ടാക്കിയല്ലോ. എൻ്റെ വീട്ടിലെ അലമ്പ് കോലമാണ് നിങ്ങളീ കാണുന്നത്. എനിക്കിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴാണ്. അതുമല്ല, കോളേജിൽ നിന്ന് ട്രിപ്പൊക്കെ പോയിട്ട് പനി പിടിച്ചിങ്ങനെ ഗ്ലൂമി ആയിട്ടിരുന്നപ്പോഴാണ് ഇവിടെ വന്നിട്ട് പറഞ്ഞത് നമുക്ക് ബൺ മസ്ക് ട്രൈ ചെയ്യാമെന്ന്. സത്യം പറയാമല്ലോ, ഈ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ റീൽസും ഷോർട്സും ഒക്കെ ഇടുന്നവരെ സമ്മതിച്ചിരിക്കുന്നു. ഈ ഒരു കൊച്ചു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടു. എഡിറ്റിങ്ങിൻ്റെ ABCD അറിയാത്ത ഞാൻ ഈ ഒരു കുഞ്ഞു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ടൈം എടുത്തു. നമുക്ക് ബൺ മസ്കയിലേക്ക് തിരിച്ചു വരാം. മുംബൈയിലെ ഇറാനി കഫകളിലാണ് ബൺ മസ്ക ഫേമസ് ആയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ 2 കപ്പിൾസാണ് ഇത് ഫേമസ് ആക്കിയത്. അവരുടെ റെസിപ്പി ഒന്നും നമുക്കറിയത്തില്ലെങ്കിലും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പി വെച്ചിട്ടാണ് നമ്മളും ട്രൈ ആക്കിയത്. റൂം ടെമ്പറേച്ചറിലിരുന്ന അൺസോൾട്ടഡ് ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും സോഫ്റ്റ് ബണ്ണും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മളിത് ട്രൈ ആക്കിയിരിക്കുന്നത്. എനിക്ക് സ്പൈസി ഫുഡിനേക്കാൾ ഇഷ്ടം സ്വീറ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കറൻറ്റ് ഫേവറായിട്ടുള്ളത് സൈലബാൻ തന്നെയാണ്. സൈലബാനിലെ ഓരോ ഐറ്റംസും ഭയങ്കര ഇഷ്ടമാണ്. ഇത് വീട്ടിൽ ഞാൻ ഓൾറെഡി ട്രൈ ആക്കിയതാണ്. ഇതിപ്പോൾ ഇവളുടെ നിർബന്ധത്തിലാണ് ഒന്നുകൂടെ ട്രൈ ആക്കുന്നത്. അതിനിടെ നമ്മൾ എന്തൊക്കെയോ കുറേ പറയുന്നുണ്ട്. കാരണം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് മീറ്റ് ചെയ്യുന്നത്. ഞാൻ ഹോസ്റ്റലായതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ വെക്കേഷൻ കിട്ടുമ്പോഴൊക്കെയാണ് നമ്മളിവരെ കാണാറ്. അതുപോലെ കസിൻസുമായിട്ടുള്ള ഓരോ മൊമെൻറ്റ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ രണ്ടാളും മാത്രമല്ല, ഒരാളും കൂടെ ഉണ്ട്. ആൾ ഒരു ഡാൻസർ ആയതുകൊണ്ട് റീൽ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. അങ്ങനെ പറഞ്ഞു വന്ന് നമ്മുടെ ബൺ മസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റിൽ തന്നെ അവളാണിത് ട്രൈ ആക്കിയത്. അവൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. ഇനിയും നിങ്ങളിത് ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ട്രൈ ആക്കിക്കോളൂ. അടിപൊളി സാധനമാണ്.